അവിടുത്തെ പാലത്തിൽ നിന്ന് ഒരാൾ പുഴയിലേക്ക് ചാടി. ഹലോ, ഇന്നൊന്ന് കൂർഗ് വരെ പോകാൻ ഇറങ്ങിയതാണ്. കൂർഗിന് നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലം വിരാജ്പേട്ടയാണ്, പേട്ടയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കേരള കർണാടക ബോർഡർ എത്തുമ്പോൾ തന്നെ അവിടെ കുറച്ച് പോലീസും ഫയർഫോഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ആംബുലൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ബഹളമൊക്കെ കണ്ടു. എന്നാണ് അന്വേഷിച്ച് പറഞ്ഞത് അവിടുത്തെ പാലത്തിൽ നിന്ന് ഒരാൾ പുഴയിലേക്ക് ചാടി. ഇന്നലെ രാത്രി ചാടിയതാണ്. ഇന്ന് ഇത്ര നേരമായിട്ട് ആളെ കിട്ടിയിട്ടില്ല. ഈ പാലത്തിൽ നിന്നല്ല, ഇതിന്റെ മുകളിൽ ഒരു പാലമുണ്ട്, അതാണ് കർണാടകയായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം. അവിടെ നിന്നാണ് ചാടിയത്. പോലീസ് എന്തോ വണ്ടി ചെക്ക് ചെയ്ത സമയത്ത് ആൾ പെട്ടെന്ന് ഓടി വെള്ളത്തിലേക്ക് ചാടി എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ എന്തായാലും നല്ല മണ്ടത്തരാണ്, കാരണം നല്ല ഒഴുക്കുള്ള പുഴയാണ്. ഈ പുഴ പരിചയമില്ലാത്ത ആളാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. എന്തായാലും അതെല്ലാം കേട്ട് നോം അവിടുന്ന് ചലിച്ചു. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയറിന് കുറച്ച് കാറ്റ് കുറവാണ്. അപ്പൊ കാറ്റടിക്കാനായിട്ടൊരു സ്ഥലം ഈ പോലീസുകാരോട് ചോദിച്ചു. ഞാൻ വള്ളിത്തോട് സത്യം പറഞ്ഞാൽ പോലീസുകാരൻ പറഞ്ഞ പെട്രോൾ പമ്പ് കണ്ടില്ലായിരുന്നു. ഒന്ന് പ്ലിങ് ആയി. പിന്നെ ഞാൻ തിരിച്ചു പോയി അവിടെ പോയി കാറ്റൊക്കെ അടിച്ച് ചുരം കയറാൻ വേണ്ടി പോയി. ഈ പാലം കഴിഞ്ഞാൽ കർണാടകയാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാനിറ്ററിയുടെ ഭാഗമാണ് ഈ കാടും. ഈ കാട്ടിലൂടെ റോഡ് സത്യം പറഞ്ഞാൽ നല്ല രസമാണ്. പക്ഷെ ഇപ്പം ഈ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കുറച്ച് സീനാണ്. ആ വരുന്ന ബസ്സിനെ നോക്കി പോയത് മുന്നിലുള്ള കുഴിയൊന്നും ഞാൻ കണ്ടില്ല. കറക്റ്റായിട്ട് എല്ലാ കുഴിയിലും കൃത്യമായിട്ട് വീണു. പേട്ടയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഡെന്റൽ കോളേജ് ഉണ്ട്, കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ്. അവിടെ പല്ല് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. 10 വർഷം മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്റെ 2 പല്ല് അവിടെ നിന്ന് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പൊക്കെ ഇട്ടത് അവിടെ നിന്നാണ്. അതൊരു ഡെന്റൽ കോളേജാണ്, അത്യാവശ്യം നല്ലൊരു സർവീസ് ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. പക്ഷെ 10 വർഷം മുന്നേ കണ്ട സ്ഥലമൊന്നുമല്ല. കംപ്ലീറ്റ്ലി ഇവിടുത്തെ രോഗികളുടെ എണ്ണം കുറഞ്ഞു, പഠിക്കാൻ പറ്റുന്ന പിള്ളേരുടെ എണ്ണം കുറഞ്ഞു എന്ന് തോന്നുന്നു. ഇത്രയും വിജനമായിട്ട് ഈ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് ഇരുട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നതാണ്. പക്ഷെ ആ പ്രതാപമൊക്കെ ഇപ്പം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞൊരവസ്ഥയാണ്. പക്ഷെ ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര രസമാണ്. ഒരു കുന്നിന്റെ മുകളിൽ ഈ പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ പണിയുന്ന കൂട്ടൊരു ആ ഒരു ആർക്കിടെക്ചറിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലെ നല്ല രസമുണ്ട് കാണാൻ. അവരാണോ പണിതെന്ന് എനിക്കറിയില്ല, എല്ലാം തോന്നുന്നു. പക്ഷെ നല്ല രസമുള്ള ആ തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ ബിൽഡിങ്ങിൻ്റെത്. മൊത്തത്തിൽ ആ ഒരു മലയോട് ചേർന്ന് ഉണ്ടാക്കിയെടുത്തൊരു സാധനം പോലെ ഫീൽ ചെയ്യും. നല്ല രസമുണ്ട് അവിടെ. ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമാണ്. അങ്ങനെ എൻ്റെ പല്ലിൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞു. റൂട്ട് കനാൽ വേണ്ടി വന്നില്ല, അത് ജസ്റ്റ് ഒന്ന് അടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് തിരിച്ചു പോകുന്നു. വരുന്ന വഴിക്ക് പേട്ട ടൗണിൽ എണ്ണ അടിക്കാന്ന് വെച്ച് ഒരു പെട്രോൾ പമ്പിൽ കയറി. ശരിക്കും വണ്ടിക്കകത്ത് അത്യാവശ്യം എണ്ണയുണ്ട്. ഞാൻ അടുത്ത ദിവസം തിരിച്ച് മുംബൈക്ക് പോവുകയും ചെയ്യും. പക്ഷെ എന്നാലും 200 രൂപയ്ക്ക് വെറുതെ എണ്ണ അടിച്ചിട്ടേക്കാം എന്ന് ഓർത്ത് കയറിയതാണ്. ഈ പഹയനോട് 200 രൂപയ്ക്ക് എണ്ണ അടിക്കാൻ പറഞ്ഞു. ഞാൻ ചെങ്ങായാണെങ്കിൽ 500 രൂപയ്ക്ക് എണ്ണ അടിച്ച് കയറ്റി. അടിക്കാൻ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നിൽക്കുന്ന കാണുന്നില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കാണുന്നത് 480 കണ്ട് കഴിഞ്ഞ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി നിർത്തിയത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് 500 ആയി. എന്താ പേര്? പുള്ളിയോട് പറയായിരുന്നു, എന്നോട് ദേഷ്യം തോന്നരുത്, പറ്റിപ്പോയതാണെന്ന് പറയായിരുന്നു. സത്യം പറഞ്ഞത് ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് 200 രൂപ ഉണ്ടാ മതി, നീ ബാക്കി എടുക്കുകയോ എടുക്കാതിരിക്കും എന്താണ് ചെയ്തു. ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തുണ്ടോ 200 ഞാൻ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് തന്നെ 200 പേ ചെയ്തായിരുന്നു. ഞാൻ ആ കാര്യം പറഞ്ഞു. നേരത്തെ പുള്ളി പറഞ്ഞു, ചേട്ടാ എന്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞു. ഞാനൊന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ പാവം ചങ്ങയാണ്. ഞാൻ ആ പൈസ കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു. എന്തായാലും തിരിച്ചു വരുന്ന വഴിക്കാൻ കൂട്ടുപുഴ പാലത്തിൽ നിന്ന് താഴെ ചാടി ആളെ പറ്റി അന്വേഷിച്ചായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം 4 മണിയായ സമയത്ത് അയാളെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് എന്തായാലും അറിയില്ല. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.